ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ബി നടത്തുന്നത്. എന്നിട്ടും വലിയ തിരിച്ചടികൾ അവിടെ ബി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ മഹാസഖ്യം കരുത്ത് കാണിക്കുന്ന ബീഹാറിൽ അതേ ശക്തി പലപ്പോഴും എൻഡിഎക്ക് നഷ്ടമായി പോവുകയാണ്. പ്രാദേശികമായ കരുത്ത് ഇന്ത്യ മുന്നണിക്കുള്ളപ്പോൾ ബി എൻഡിഎയെ നയിക്കുന്നത്. ഇത് കൂടെ നിൽക്കുന്ന JDU അടക്കമുള്ള പാർട്ടികളെ തൃശങ്കൂലാക്കുകയാണ്. ഈ ഭയം മൂലമാണോ എന്ന് വ്യക്തമല്ല. ലോക് ജനശക്തി പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാൻ ഇപ്പോൾ ബീഹാറിലേക്ക് വരികയാണ്. ലക്ഷ്യം ഒന്നു മാത്രം. ഇതിന് ബി കുട പിടിക്കുകയാണെന്ന ചിന്ത നിതീഷ് കുമാറിന് വലയ്ക്കുന്നുമുണ്ട്. ഇത് വലിയ വിള്ളലുകൾക്കാണ് ബീഹാറിൽ തുടക്കം കുറിക്കുന്നത്. എൻഡിഎയിൽ അടി പൊട്ടുന്നത് ബീഹാറിലെ പ്രതിപക്ഷ മഹാസഖ്യത്തിന് സന്തോഷം നൽകുന്ന ഘടകമാണ്. നിതീഷിനെ എതിരിടാൻ കേന്ദ്രമന്ത്രിയായ ചിരാഗ് പാസ്വാനെ രംഗത്തിറക്കിയതിന് പിന്നിലും ബി ഉണ്ട്. ബീഹാറിലെ ഭരണം സമ്പൂർണ്ണ തോൽവിയാണെന്നാണ് ചിരാഗ് പാസ്വാൻ പറഞ്ഞത്. എൻഡിഎയിലെ കേന്ദ്രമന്ത്രി തന്നെ ബീഹാറിലെ എൻഡിഎ ഭരണത്തിനെതിരെ വടം വലിക്കുമ്പോൾ അതിന് പല മാനങ്ങളും വന്നിട്ടുണ്ട്. ബീഹാറിൽ ക്രമസമാധാന നില തകർന്നെന്ന സഖ്യത്തിന്റെ ഭാഗമായ ഒരു കേന്ദ്രമന്ത്രി നിരന്തരം കുറ്റപ്പെടുത്തുന്നത് എങ്ങനെ അംഗീകരിക്കുമെന്നാണ് നിതീഷ് കുമാർ ചോദിക്കുന്നത്. ദീർഘകാലമായി നിതീഷും ചിരാഗും തമ്മിൽ നിലനിൽക്കുന്ന ഭിന്നത അറിയുന്നവർക്കതിൽ അത്ഭുതവുമില്ല. കഴിഞ്ഞ ദിവസം ബി അധ്യക്ഷൻ JP നദ്ദയുമായി സംസ്ഥാന രാഷ്ട്രീയത്തെപ്പറ്റി വിശദ ചർച്ച നടത്തിയതിനു ശേഷമാണ് സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നെന്ന് ചിരാഗ് സമൂഹ മാധ്യമങ്ങളിൽ ആരോപിച്ചത്. ബി ചിരാഗിന് തുറന്ന പ്രോത്സാഹനം നൽകുന്നില്ലെങ്കിലും LJP അന്തർധാര സജീവമാണെന്ന് സൂചനയുണ്ട്. നിതീഷ് വിമർശനത്തിൽ ചിരാഗിന് തന്റേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് ലഭിക്കണമെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന് പുറമെ JDUവിന്റെയും നിതീഷിന്റെയും ക്ഷീണവും ചിരാഗ് ലക്ഷ്യം വെക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ആരോഗ്യസ്ഥിതിയെ ലക്ഷ്യമിട്ട് ചിരാഗ് പലതവണ കടുത്ത വിമർശനം ഉയർത്തിയിട്ടുണ്ട്. ബീഹാറിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന നേതാവ് എന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാനുള്ള ശ്രമവും ചിരാഗിന്റെ നീക്കത്തിലുണ്ട് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ചിരാഗിന് കടിഞ്ഞാണിടാതെ നിശബ്ദത പാലിക്കുന്ന BJPക്ക് ഈ ഉൾപോരിൽ താല്പര്യം എന്താണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന കൗതുകമാണ്. ബീഹാറിൽ ഇത്തവണ സീറ്റ് വിഭജനം മുതൽ JDUവിന്റെ വിലപേശൽ ശേഷി കുറയ്ക്കുക എന്നൊരു രഹസ്യ താല്പര്യം BJPക്ക് ഉണ്ടെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ അനുമാനിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് നിതീഷ് പ്രഭാവം കുറഞ്ഞെന്നും സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് BJP വരണമെന്നും നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിതീഷിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ നല്ലൊരു ഭാഗം ഇപ്പോഴും അദ്ദേഹത്തിനൊപ്പം ഉണ്ടെന്ന് വിലയിരുത്തുന്ന BJP ദേശീയ നേതൃത്വം മുന്നണിയുടെ നേതൃമുഖവുമായി നിതീഷിനെ നിലനിർത്തി മുന്നോട്ടു പോകുന്നുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിപുലമായ പ്രചാരണത്തിനും വൻ പദ്ധതി പ്രഖ്യാപനങ്ങൾക്കും പ്രാധാന്യം നൽകിയുള്ള പ്രചാരണ തന്ത്രമാണ് ഇക്കുറി ലക്ഷ്യമിടുന്നത്. 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും വലിയ കക്ഷിയായി എങ്കിലും JDU അധ്യക്ഷൻ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി പദവി തുടരാൻ അനുവദിക്കുകയായിരുന്നു. ഇക്കുറി നിതീഷിന്റെ JDUവിനെ തന്നെ ഒതുക്കി BJPയുടെ മുഖ്യമന്ത്രി പദവി ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇതാണ് ചിരാഗിന്റെ ഉറക്കം കളയുന്ന ഘടകം. 243 അംഗ നിയമസഭയാണ് ബീഹാറിലേത്. എല്ലാ പ്രവർത്തകരും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണമെന്ന് ചിരാഗ് ആഹ്വാനവും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിലെ ഹാജിപൂർ മണ്ഡലത്തിൽ നിന്നാണ് 1.70 ലക്ഷം വോട്ടിനാണ് ചിരാഗ് പാസ്വാൻ ജയിച്ചത്. MLA ആയി ജയിച്ചാൽ MP സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവും ചിരാഗ് രാജിവെക്കും. ഇനി NDA വീണ്ടും ബീഹാറിൽ ജയിച്ചാൽ മന്ത്രിസഭയിൽ നിർണായക സ്ഥാനമെങ്കിലും ചിരാഗിന് നൽകേണ്ടി വരും. BJPയെ കവച്ചുവെച്ച് ഉപമുഖ്യമന്ത്രി പദവി പോലും ഈ നേതാവ് ലക്ഷ്യം വെക്കുന്നുണ്ട്.